Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with an essay which is entitled as Of Travel, and that is written by Francis Bacon. Once again, welcome to the video. Before moving to the essay, I would like to share some details regarding the essayist, that is Francis Bacon. Francis Bacon is കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ദി ഇംഗ്ലീഷ് എസ്സേസ്. അതായത് ഫ്രാൻസിസ് ബേക്കനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദി ഇംഗ്ലീഷ് എസ്സേസ് എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹി വാസ് ദി വൺ ഹു അഡോപ്റ്റ് ആൻഡ് അഡാപ്റ്റ് ദ എസ്സേ ഫോം വിച്ച് ഹാഡ് പ്രീവിയസ്ലി ബീൻ പോപ്പുലർ ഇൻ ഫ്രഞ്ച് ലിറ്ററേച്ചർ. അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോയിട്രിയും ഡ്രാമയും ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് എസ്സേ എന്ന് പറയുന്ന പുതിയൊരു ലിറ്ററേച്ചർ ഫോം നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം എസ്സേ എന്ന് പറയുന്ന ഈ ഒരു ഫോം പോപ്പുലർ ആയത് ഫ്രഞ്ച് ലിറ്ററേച്ചറിലാണ്. സോ ദിസ് ഇസ് ഫ്രാൻസിസ് ബേക്കൺ who introduced the new literary genre, that is essay, to the world of English literature. So he is considered as the father of the English essay. And he distinguished his essay by providing more objective and logically structured approach and focusing on practical advice and clear arguments. So അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഒബ്ജക്റ്റീവ്, അതായത് കൂടുതലും ഇംപേഴ്സണൽ ആയിരിക്കും. ഒരിക്കലും സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ലോജിക്കലി സ്ട്രക്ചേർഡ്, അതായത് ലോജിക്കലി നമ്മൾ എന്താ പറയുക നോക്കുമ്പോൾ എന്താ പറയുക, ഒരു സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കോമൺ മാനിന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ അഡ്വൈസ് ആൻഡ് ക്ലിയർ ആർഗ്യുമെൻറ്റ്സ്. അതായത് വെറുതെ എസ്സേസ് എഴുതി പോവുകയല്ല, ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ അഡ്വൈസ്. അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസസും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിലൂടെ പ്രസൻറ്റ് ചെയ്തിരുന്നത്. And he wrote about wide range of topics like ethics, politics, science, nature, etc. He used clear language and observations which makes them more informative. അപ്പം കൂടുതലും അദ്ദേഹത്തിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് എത്തിക്സ്, പൊളിറ്റിക്സ്, അതുപോലെ സയൻസ്, നേച്ചറൊക്കെ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഹി യൂസ്ഡ് വെരി ക്ലിയർ ലാംഗ്വേജ്, അതായത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ അദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലീൻ ഒബ്സർവേഷൻ. ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഒബ്സർവേഷൻ ഉള്ളൊരു എസ്സേയിസ്റ്റ് ആയിരുന്നു ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ എസ്സേസ് എല്ലാം വെറുതെ വായിച്ചു പോകുന്നതിനപ്പുറം ഇറ്റ് ഈസ് മോർ ഇൻഫർമേറ്റീവ്, അത് കൂടുതൽ കൂടി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ള എസ്സേസ് ആണ്. ആൻഡ് ഹിസ് എസ്സേസ് കൺസിഡേർഡ് ആസ് ദി ഫൗണ്ടേഷണൽ ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് എസ്സേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസിസ് ബേക്കണാണ്. സോ അദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്തുകൊണ്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഫൗണ്ടേഷണൽ ഫിഗർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹി യൂസ്ഡ് വെരി സിമ്പിൾ ലാംഗ്വേജ് വിച്ച് റിഫ്ലക്ട്സ് ഹിസ് ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി സ്റ്റൈൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഫിലോസഫിക്കലും ആയിരുന്നു. ആൻഡ് അതൊരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലിറ്റററി സ്റ്റൈലിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരുന്നത്. He was the ultimate practitioner of the prose in the era of poetry and drama. അതായത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പോയിട്രിയും ഡ്രാമയും അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് ബേക്കൺ എസ്സേ എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് ലിറ്ററേച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ എസ്സേയിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ എസ്സേസിൻ്റെ രാജാവെന്ന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫാദർ ഓഫ് ദി എസ്സേസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് ബേക്കൺ. ബേക്കൺ സ്റ്റാർട്ട്സ് എവറി എസ്സേ വിത്ത് ഓഫ് to indicate casual reflective approach rather than a serious argumentative one. അപ്പോൾ ബേക്കൻ്റെ എസ്സേസ് എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഈ ഒരു എസ്സേ ഓഫ് ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു എസ്സേ നോക്കുക, അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ എസ്സേസിൻ്റെയും ടൈറ്റിലിന് തൊട്ട് മുമ്പ് ഓഫ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓഫ് ട്രൂത്ത് ഉണ്ട്, അതുപോലെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഓഫ് മാരേജ് ഉണ്ട്, ഓഫ് സ്റ്റഡീസ് ഉണ്ട്, പിന്നെ നമ്മളുടെ ഈ ഒരു എസ്സേ ഓഫ് ട്രാവൽ. അപ്പോൾ ഈ ഓഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്
അപ്രോച്ചാണ് ഇൻസ്റ്റെഡ് ഓഫ് സീരിയസ് ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ് വൺ. ആരെയും എന്താ പറയുക ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലോ ഒന്നും അല്ല അദ്ദേഹം എസ്സേസ് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിന് മുന്നിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ നൗ ഐ എം മൂവിങ് ടു ദി സമ്മറി പാർട്ട് ഓഫ് ദി എസ്സേ ഓഫ് ട്രാവൽ. Bacon opens his essay by focusing the importance of traveling. Traveling is a great service to both young and old people. For younger, it is a part of education and for elder, is a part of experience. ഇനി അദ്ദേഹത്തിൻ്റെ എസ്സേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഹി ആക്ച്വലി ഫോക്കസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്. അതായത് ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സർവീസ് ടു ബോത്ത് യങ് ആൻഡ് ഓൾഡ് പീപ്പിൾ. അത് യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ട്രാവലിങ്ങിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ യങ്ങർ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഫോർ എൽഡർ പീപ്പിൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഇനി പ്രായമുള്ള ആളുകളുടെ ഇടയിൽ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. A man can derive benefit from the travel in various ways. He learns a lot from the environment even before he has started going to school. ഇനി അദ്ദേഹം പറയുവാണ് ഒരു മനുഷ്യന് ട്രാവലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും ഒത്തിരി ബെനഫിറ്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഹി ലേൺസ് ലോട്ട് ഫ്രം ദി എൻവയോൺമെൻറ്റ് ഈവൻ ബിഫോർ ഹി ഹാസ് സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ. ഒരു ചെറിയ കുട്ടിയെ നമ്മൾ നോക്കുക, ആ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ എൻവയോൺമെൻറ്റായിട്ട് അവന് പരിചയപ്പെടുത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വേ ആണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ പലതും പഠിക്കും ബിഫോർ ഗോയിങ് ടു സ്കൂൾ. സോ ട്രാവലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതായത് നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത് ബിഫോർ വി ഗോയിങ് ടു സ്കൂൾ. And before going for a journey, one should learn the language of that country. This is very important. ഇനി അദ്ദേഹം പറയുവാണ് ഒരാൾ ഒരു ട്രാവലിങ്ങിന് അല്ലെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഹി ഷുഡ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ദാറ്റ് കൺട്രി. നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ കൺട്രിയുടെ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. If the traveler is not well acquainted with the language, he may have to waste long time uselessly and they definitely fail to interact with the people. ഇനി നിങ്ങൾ പോകാൻ പോകുന്ന രാജ്യത്തെ ലാംഗ്വേജ് നിങ്ങൾക്കറിയില്ല, അവിടുത്തെ യാതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒത്തിരി സമയം വെറുതെ വേസ്റ്റായി പോകുമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആളുകളായിട്ട് നല്ലൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല നല്ല കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ആകാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അങ്ങനെ അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒത്തിരി സമയം നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നോളേജും ഗെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. If they know the language, they can make conversation with local people. As a result, they can acquire more knowledge and experience. So language is a fundamental factor in traveling. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലോക്കൽ പീപ്പിളായിട്ട് നിങ്ങൾ കോൺവെർസേഷനിൽ ഏർപ്പെടാം, അതുപോലെ തന്നെ കൂടുതൽ നോളേജും കൂടുതൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് can be considered as a fundamental factor of traveling. If the traveler is young, it is better to go out with a guide or tutor who knows the language of that country well and knows well the important places to be visited in that country. ഇനി ഈ ട്രാവലർ എന്ന് പറയുന്നത് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, യങ് ആയിട്ട് ആൾക്കാരുണ്ടാവും. ഇനി വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ് ട്രാവലർ എങ്കിൽ അയാളുടെ കൂടെ ഒരു ഗൈഡിനെയോ ഒരു ട്യൂട്ടറിനെയോ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഈ ഗൈഡിനോ ട്യൂട്ടറിനോ ലാംഗ്വേജ് നന്നായിട്ട് അറിയാമെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആ കൺട്രിയെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇഫ് യു ഹാവ് എ ട്യൂട്ടർ ഹു നോസ് ദ ലാംഗ്വേജ് വെൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ country you are going to.
While traveling across the sea, the man observes nothing, only water and never ending sky. However, when traveling on the land, there is so much to observe. It is good to keep a diary to note down the interesting things and events. ഇനി അദ്ദേഹം പറയുവാണ്, ഇനി നമ്മൾ കരയിൽ ട്രാവലിംഗ് നടത്തും, അതുപോലെ വെള്ളത്തിൽ ട്രാവലിംഗ് നടത്തും. ഇനി അദ്ദേഹം നമ്മൾ ആരെങ്കിലും ഒരാൾ സീയിൽ ട്രാവലിംഗ് നടത്തുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ സീ ഇപ്പോൾ വോയേജാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കവിടെ കടലിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. വിച്ച് മീൻസ് നമ്മൾ എന്താ കാണുന്നത്, നെവർ എൻഡിങ് ആയിട്ടുള്ള സ്കൈയും അതുപോലെ തന്നെ വാട്ടറുമാണ് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷേ ഇൻസ്റ്റഡ് നമ്മൾ ലാൻഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ അദ്ദേഹം പറയുവാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് കീപ്പ് എ ഡയറി. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നല്ലൊരു ട്രാവലർ ആണെങ്കിൽ ഒരു ഡയറി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഈ ഡയറിയിൽ നിങ്ങൾ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. A traveler should always visit those places of country which are usually of great importance, like the royal courts, law courts, especially when they are in session, religious assemblies, churches, monasteries, monuments and ruins, colleges, libraries, and storehouses of weapons and ammunitions, ships, ports, and many other things of historical importance and of remarkable nature. ഇനി നിങ്ങളൊരു സ്ഥലം ഒരു കൺട്രിയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ അവിടുത്തെ റോയൽ കോർട്ട്സ്, അതുപോലെ ലോ കോർട്ട്സ്, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ അവിടുത്തെ റിലീജിയസ് അസംബ്ലീസ്, ചേർച്ചസ്, മൊണാസ്ട്രീസ്, മോണമെൻറ്റ്സ്, അവിടുത്തെ കോളേജസുകൾ, ലൈബ്രറികൾ, സ്റ്റോർ ഹൗസ് ഓഫ് വെപ്പൺസ്, ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർ ഹൗസ്, അതുപോലെ അവിടുത്തെ ഷിപ്സ്, പോർട്ട്സ്, ഇതൊക്കെ നിങ്ങൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം കോർട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ കോർട്ടിൽ അവിടെ സെഷൻ നടക്കുകയാണെങ്കിൽ ലൈവായിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ അത്രയും എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്യാൻ മാക്സിമം നിങ്ങൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ശ്രമിക്കണമെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. Then the social events like marriages, funeral feasts, public execution and celebration of victories, they should not be neglected and ignored, but no need to mention them in travel diary. ഇനി അദ്ദേഹം പറയുവാണ്, ഇതിനിടയിൽ നിങ്ങൾ ഒരു രാജ്യത്ത് പോകുമ്പോൾ, ഒരു കൺട്രി പോകുമ്പോൾ നിങ്ങൾ വേറെ ചില കാര്യങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ അവിടെ നടക്കുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ നിങ്ങൾ കാണുന്നിരിക്കും, ചിലപ്പോൾ ഫ്യൂണറൽ ഫീസ്റ്റ് നിങ്ങൾ കണ്ടെന്നിരിക്കും, പബ്ലിക് എക്സിക്യൂഷൻ കണ്ടെന്നിരിക്കും. ഇനി അവിടുത്തെ രാജ്യത്തെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, വിക്ടറീസ് ഒക്കെ നിങ്ങൾ കണ്ടെന്നിരിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങൾ വാച്ച് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, നിങ്ങളതെല്ലാം വാച്ച് ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ട്രാവൽ ഡയറിയിൽ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം, അതായത് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റിലീഫിന് വേണ്ടി നമ്മളതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് മീൻസ് ഹി ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഹിസ്റ്റോറിക്കൽ പാർട്ട് ഓഫ് ദി പെർട്ടിക്കുലർ കൺട്രി. Then Bacon continues his essay by guiding the travelers some do's and don'ts. ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ യങ് ട്രാവലർ മസ്റ്റ് ഹാവ് സം ബേസിക് നോളേജ് ബിഫോർ സ്റ്റാർട്ടിങ് ട്രാവലിംഗ്. അതായത് നിങ്ങൾ നല്ലൊരു ട്രാവലർ ആണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വേണം ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് നോളേജ്, നിങ്ങളുടെ യാത്രയെപ്പറ്റി നിങ്ങൾക്കൊരു അറിവ് ഉണ്ടായിരിക്കണം. മെയിൻലി ഇൻ ദ കേസ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. Secondly, the traveler need a servant or tutor who knows the country well. Again, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ട്രാവലറിൻ്റെ കൂടെ ഒരു സെർവൻറ്റോ ഒരു ട്യൂട്ടറോ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ദി ട്രാവലർ ഷുഡ് ക്യാരി മാപ്സ്, ചാർട്ട്സ് ആൻഡ് ഗൈഡ് ബുക്സ് വിത്ത് ഹിം ദറ്റ് ഡിസ്ക്രൈബ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദി കൺട്രി. നിങ്ങൾ പോകുന്ന കൺട്രീനെ പറ്റിയുള്ള മാപ്സ്, അതുപോലെ ചാർട്ട്സ്, ഗൈഡ് ബുക്സ് എല്ലാം നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. He must not to stay in any one particular city. He should always keep in moving from one place to another and must not lodge in one particular locality. ഇനി അദ്ദേഹം പറയാണ്, നിങ്ങളൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, യു ഷുഡ് നോട്ട് സ്റ്റേ ഇൻ വൺ പെർട്ടിക്കുലർ സിറ്റി. നിങ്ങൾ കാണാൻ പോകുന്ന രാജ്യത്തെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോയി നിങ്ങൾ സ്റ്റേ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യു ഷുഡ് കീപ്പ് മൂവിങ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വിച്ച് മീൻസ് നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് ലോഡ്ജ് ഇൻ വൺ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി. അതുപോലെ തന്നെ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം കിടന്ന് നിങ്ങൾ എന്താ പറയുക ടൈം കളയരുത്. മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയസ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. യു ഷുഡ് നോട്ട് സ്റ്റിക്ക് ഓൺ വൺ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി.
During the journey, the traveler should always try to keep himself away from the people of his own country. This will help him to know the people of the land he is visiting. ഇനി കൂടുതലും നിങ്ങൾ വേറൊരു കൺട്രിയിൽ നിങ്ങൾ ഈ ട്രാവൽ ചെയ്ത് ചെല്ലുമ്പോഴേക്കും, അതായത് നിങ്ങൾ ജേണി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ കൺട്രിയിൽ ചെല്ലുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ നാഷണാലിറ്റിയിലുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. വിച്ച് മീൻസ് യു ഷുഡ് ബി എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. നമ്മൾ തന്നെ എല്ലാം അന്വേഷിച്ച് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക. സോ നമ്മുടെ രാജ്യത്തെ ആളുകളെ നമ്മൾ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യരുത്. കൂടുതലും മറ്റ് ആളുകളായിട്ട് നമ്മൾ ഒരു ഇൻട്രാക്ഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. വിച്ച് മീൻസ് അതാണ് കുറച്ചും കൂടി നമ്മളുടെ ആ ഒരു ട്രാവലിങ്ങിനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നമ്മുടെ ട്രാവലിങ്ങിന് കുറച്ചും കൂടി ബ്യൂട്ടി തരുന്നത് അത്തരത്തിലുള്ള എന്താ പറയുക എൻക്വയറീസും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇനീഷ്യേറ്റീവ്സും ആണ്. It is good to take meals, especially in those hotels and restaurants which generally the native people of the country come. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽസിൽ നിന്നും റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി കഴിക്കും. കൂടുതലും അത് അവിടുത്തെ നേറ്റീവ് പീപ്പിൾ താമസിക്കുന്ന, അല്ലെങ്കിൽ നേറ്റീവ് പീപ്പിൾ എന്താ പറയുക മീൽസ് കഴിക്കാൻ വരുന്ന ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും നിങ്ങൾ ചൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ നിങ്ങൾക്ക് അവിടുത്തെ രാജ്യക്കാരായിട്ട് വരത്തുള്ളൂ. The traveler must try to get himself acquainted with the secretaries of the ambassadors. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകൾ, സെക്രട്ടറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളൊന്നുമല്ല, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക അത്യാവശ്യം നല്ല പൊസിഷനിലിരിക്കുന്ന ആളുകളെ, സെക്രട്ടറീസിനെയൊക്കെ നിങ്ങൾ ചെന്ന് മീറ്റ് ചെയ്യാം. ദീസ് പീപ്പിൾ ക്യാൻ ഓഫർ ഹെൽപ്പ് ഇൻ വിസിറ്റിംഗ് പെർട്ടിക്കുലർ പ്ലേസസ്, ഇൻ ഗ്യാദറിംഗ് ഇൻഫോർമേഷൻ ആൻഡ് അവൈലിംഗ് റിസോഴ്സസ് ദാറ്റ് വൺ മൈറ്റ് നീഡ്. ഇവർക്കൊക്കെ നമ്മളെ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് നോളേജും അവർക്കുണ്ടാവും. സോ അവരിൽ നിന്നൊക്കെ അത്യാവശ്യം നമ്മുടെ നോളേജും അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ അഡ്വൈസസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ത്രൂ ടോക്സ് വിത്ത് ദീസ് മെൻ വിൽ ഗെയിൻ മോർ നോളേജ് അബൌട്ട് മെനി അതർ കൺട്രീസ്. ഈ ഇത്തരത്തിലുള്ള ഹൈ പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ കുറേയും കൂടി ഡിസ്കഷനിലേക്ക് വരുമ്പോഴേക്കും ഈ രാജ്യത്തെ പറ്റി മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെ പറ്റിയുള്ള അറിവും നമ്മൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. While traveling, the traveler should always try to avoid quarrels with the local people. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങളൊരു രാജ്യത്ത് ട്രാവലിങ്ങിന് ചെന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് വന്ന ഒരാൾക്കാരാണ്. സോ ഒരിക്കലും നിങ്ങൾ അവിടുത്തെ ലോക്കൽ പീപ്പിളായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഒരു ക്വാറൽസിലോ അല്ലെങ്കിൽ ഒച്ചപ്പാട് ബഹളങ്ങൾക്കൊന്നും നിൽക്കാൻ പാടില്ല. ഓൺ ഹിസ് വേ ഹി ഷുഡ് നെവർ കീപ് കമ്പനി വിത്ത് ക്വാറൽസം പീപ്പിൾ ഹു മേ ഈസിലി ഇൻവോൾവ് ഹിം ഇൻ ട്രബിൾസ്. ഇനി നിങ്ങളുടെ യാത്രയിൽ ഒരിക്കലും അത്തരത്തിലുള്ള മോശം ആൾക്കാരെ നിങ്ങൾ കൂട്ടുപിടിക്കരുത്. അങ്ങനെ പിടിക്കുവാണെങ്കിൽ നിങ്ങളുടെ യാത്രയെ കൂടുതലും ട്രബിൾസിലേക്കാക്കാനായിട്ട് അവർ ശ്രമിക്കും. At the end of the essay, he says that when the traveler returns to his own country, he shouldn't forget the country he traveled, especially some worthy people of different places. ഇനി at the end of the essay, നമ്മുടെ എസ്സേ തീരുകയാണ്. ഈ എസ്സേയുടെ അവസാനം അദ്ദേഹം പറയുവാണ്, നിങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് നിങ്ങളുടെ രാജ്യത്തിലേക്ക് വരികയാണ്, നമ്മളുടെ സ്വന്തം കൺട്രിയിലേക്ക് നമ്മൾ വരുമ്പോൾ യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് കൺട്രി യു ഹവ് വിസിറ്റഡ്. നിങ്ങൾ വിസിറ്റ് ചെയ്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ കൺട്രി, നിങ്ങൾ പറഞ്ഞ പോലെ ട്രാവലിങ്ങിന് സെലക്ട് ചെയ്ത ആ കൺട്രിയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എസ്പെഷ്യലി നിങ്ങളെ സഹായിച്ച ആ നാട്ടുകാരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. യു ഷുഡ് മെയിൻറ്റെയിൻ എ കോണ്ടാക്ട് വിത്ത് ദം. അവരായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, ബേക്കൺ ഇത് എഴുതുന്നു. അപ്പോൾ കൂടുതൽ അദ്ദേഹം കോണ്ടാക്റ്റിലേക്ക് വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ത്രൂ ലെറ്റേഴ്സിലൂടെ അവരുടെ പരിചയം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ബേക്കൺ ഉദ്ദേശിച്ചിരിക്കുന്നത്. Then a traveler should express his experience of traveling through his speeches and conversations, not by acting well-mannered and disciplined to reflect new wisdom. അപ്പോൾ നമ്മളൊരു രാജ്യത്ത് ചെന്നു, അവിടുത്തെ കസ്റ്റംസും ട്രഡീഷൻസൊക്കെ നമ്മൾ കണ്ടു പഠിച്ചു, എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക നമ്മൾ ഭയങ്കര വെൽ മാനേർഡും അതുപോലെ തന്നെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ഒരുപാട് ഷോ ഓഫ് കാണിക്കാതിരിക്കുക. നമ്മൾ കാണിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ് അവർ എക്സ്പീരിയൻസ് ത്രൂ സ്പീച്ചസ് ആൻഡ് കോൺവെർസേഷൻ. നമ്മൾ കണ്ട നാടിനെ പറ്റി മറ്റുള്ളവർക്ക് അവിടുത്തെ കസ്റ്റംസും ട്രഡീഷൻസും ആളുകളുടെയൊക്കെ ആ ഒരു ഇത് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ത്രൂ സ്പീച്ചസ് ആൻഡ് കോൺവെർസേഷൻസ്. അതല്ലാതെ നമ്മൾ വലിയ പോഷിൽ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര നമ്മളുടെ ആ ഒരു നേച്ചറൊക്കെ മാറ്റി നമ്മൾ ചെയ്യുന്ന ആ ഒരു പരിപാടി നമ്മൾ ചെയ്യാതിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്.
and he should not exaggerate the experience that he encounters during traveling. Rather, he should be more concise and real. ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ സ്പീച്ചസും കോൺവെർസേഷൻസിലൂടെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മുടെ അനുഭവങ്ങളൊക്കെ എന്നൊക്കെ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എക്സാജറേറ്റ് ചെയ്യരുത്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുത്. ആ നാടിൽ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, ആ നാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്താണ്, അത് റിയലായിട്ടും കൺസൈസ് ആയിട്ടും പറയാൻ ശ്രമിക്കുക. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ നറേറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ഇല്ലാവചനങ്ങളും എക്സാജറേഷൻസ് ഒന്നും നിങ്ങൾ എന്താ പറയുക, നുണക്കഥകളൊന്നും നമ്മൾ നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കരുതെന്നാണ് ബേക്കൺ പറയുന്നത്. ഫൈനലി, ആഫ്റ്റർ ട്രാവലിംഗ് ദ ഫോറിൻ കൺട്രി, എ പേഴ്സൺ ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ഹിസ് ഓൺ മദർ കൺട്രി. ഇനി ഫൈനലി എസ്സേയിൽ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോലും നിങ്ങൾ വിസിറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങൾ ഒരിക്കലും നമ്മളുടെ തനത് നാടിൻ്റെ, അതായത് നമ്മുടെ മദർ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ കൺട്രിയുടെ ഒരു ഇതും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ട്രഡീഷൻസ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം, നമ്മുടെ കസ്റ്റംസും. യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദി മദർ കൺട്രി. Rather, he should try to pick up the best culture and customs of the country he traveled and adopt them to introduce into the manners of his own country. We should not forget our mother ലാൻഡ്. അതായത് അതല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കണ്ട നാടിൻ്റെ ആ ഒരു പൈതൃകവും സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളുടെ കസ്റ്റംസിനോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക. അതായത് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ അക്വയർ ചെയ്യുക നമ്മുടെ ലൈഫിലേക്ക്. നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അതല്ലാതെ നമ്മുടെ നാടിനെ മറന്ന് നമ്മൾ പോയ നാട് ആണ് വലിയ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മദർലാൻഡിനെ മറന്നിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. ദാറ്റ് മീൻസ് വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദി കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് അവർ ഓൺ മദർ കൺട്രി. അറ്റ് ദി സെയിം ടൈം വി ഷുഡ് ട്രൈ ടു പിക്ക് അപ്പ് ദി ബെസ്റ്റ് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് ദാറ്റ് ദി കൺട്രി വി traveled. So that is the end of the essay of travel. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.